ഓണം എക്സാം 2026 ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്ലാസ് 6 മാത്സ് പ്രീവിയസ് ഇയർ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. വെൽക്കം ടു മൈ ചാനൽ ഓൺലൈൻ ക്ലാസ്. ഇന്നത്തേക്ക് നമ്മൾ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷിൻ്റെയും സോഷ്യൽ സയൻസിൻ്റെയും ബേസിക് സയൻസിൻ്റെയും ഒക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്ലേ ലിസ്റ്റിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾ പ്ലേ ലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സർക്കിളുമായിട്ട് ആംഗിളുമായിട്ടുള്ള കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. A circle is drawn with the center O. Inside the circle, a central angle AOB 72-degree marked. And points A and B are joined on the circumference to form AOB. Okay, അപ്പോൾ നമ്മൾ ഒരു AOB എന്നുള്ള ഒരു ആംഗിൾ ആണ് അവിടെ ഉള്ളത്. അത് 72 ഡിഗ്രി ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദ ഫുൾ സർക്കിൾ ഈസ് ദ സെക്ടർ AOB. അപ്പോൾ ഇതിന്റെ ഫ്രാക്ഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം സർക്കിൾ എന്ന് പറയുന്നത് എന്താണ്, 360 ആണ്. സർക്കിൾ എന്ന് പറയുന്നത് എത്രയാണ്, 360 ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, അപ്പൊ നമ്മുടെ ടോട്ടൽ സർക്കിൾ എന്ന് പറയുന്നത് 360 ഡിഗ്രി ആണ്. അതിലിപ്പോ ഇവിടെ എത്ര തന്നിരിക്കുന്നത്, 72 ഡിഗ്രി ഒള്ളിയാണ്. അപ്പൊ നമ്മൾ 72/360 എന്ന് എഴുതാം. ഇതിനെ ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ നമ്മൾ സിംപ്ലസ്റ്റ് ഫോമിലാക്കണം. ഓക്കെ, അപ്പോൾ 72/360 നമ്മൾ സിംപ്ലസ്റ്റ് ഫോമിലാക്കാൻ നമുക്ക് 72/360 72 ഡിവൈഡഡ് ബൈ 72 360 ഡിവൈഡഡ് ബൈ 72. അപ്പോൾ അത് വരുന്നത് 72 ഡിവൈഡഡ് ബൈ 72 ദാറ്റ് ഈസ് 1, 360 ഡിവൈഡഡ് ബൈ 72 ദാറ്റ് ഈസ് 5. അപ്പോൾ സിംപ്ലസ്റ്റ് ഫോം എന്താണ്, 1/5 ആണ്. ഇനി നമുക്ക് ഇത് ചെയ്യാൻ അറിയുന്നില്ലെങ്കിൽ നമ്മൾ 72നെ നമുക്ക് 72 ആണോ എന്നൊക്കെ നമുക്ക് പെട്ടെന്ന് കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, അതിനൊരു ഈസി ട്രിക്ക് ഉണ്ട്. 72 360 അല്ലേ, ആദ്യം നമുക്ക് അറിയുന്ന 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. ആദ്യം നമ്മൾ അറിയുന്ന 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എളുപ്പമാണ്. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ദാറ്റ് മീൻസ് എന്താണ്, പകുതി. അതിൻ്റെ പകുതി നമ്മൾ എഴുതാമെന്ന് അർത്ഥം. അപ്പോൾ 72ൻ്റെ പകുതി എത്രയാണ്, 36. 360ൻ്റെ പകുതി എത്രയാണ്, 180. വീണ്ടും നമ്മൾ 2 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടി, നമുക്ക് 36ൻ്റെ പകുതി എന്ന് പറയുന്നത് എന്താണ്, 18 ആണ്. 180ൻ്റെ പകുതി എന്ന് പറയുന്നത് 90 ആണ്. ഓക്കെ, വീണ്ടും നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കൂ. അപ്പോൾ നമുക്ക് എത്ര കിട്ടി, 18ൻ്റെ പകുതി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 9 ആണ്. 90ൻ്റെ പകുതി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 45 ആണ്. 9ഉം 45ഉം കിട്ടിയല്ലോ. ഇനി ഈസി അല്ലേ, 9ൽ 9 1 ടൈം പോകും, 45ൽ 9 5 ടൈംസ് പോകും. അപ്പോൾ നമുക്ക് ഒറ്റയടിക്ക് ഇത് എഴുതാൻ അറിയുന്നില്ലെങ്കിൽ ഇങ്ങനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് പിന്നെ അടുത്ത നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് അങ്ങനെ പോകുക. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടിയല്ലോ. ഫസ്റ്റ് ആൻസർ എന്താണ്, 72 ഡിവൈഡഡ് ബൈ 360 ദാറ്റ് ഈസ് 1/5. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ മെഷർ ഓഫ് ആംഗിൾ OAB ആൻഡ് OBA. അപ്പൊ ഇവിടെ സർക്കിളിന്റെ ഉള്ളിൽ എന്തുണ്ട്, ഒരു ട്രയാങ്കിൾ ഉണ്ട്. ഓക്കെ, സർക്കിളിന്റെ ഉള്ളിൽ എന്തുണ്ട്, ഒരു ട്രയാങ്കിൾ ഉണ്ട്. അപ്പൊ ആ ട്രയാങ്കിളിന്റെ 72 ഡിഗ്രി എന്ന് ഇവിടെ പറഞ്ഞു. ബാക്കി രണ്ടുമാണ് AOB BOB എന്നൊന്നും കണ്ടിട്ട് കൺഫ്യൂഷൻ ആവേണ്ട. ഈ രണ്ട് ആംഗിൾസ് ഏതാന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഈ രണ്ട് ആംഗിളും കാണാൻ നമുക്ക് വേറൊരു കാര്യം അറിയാലോ. ട്രയാങ്കിളിന്റെ, നമ്മളിപ്പോൾ സർക്കിളിന് 360 എന്ന് പറഞ്ഞല്ലോ, അതേപോലെ ട്രയാങ്കിളിന് നമ്മുടെ ആംഗിളിന്റെ സം എത്രയാണ്, നമ്മൾ പഠിച്ചതാണ്, 180 ഡിഗ്രി. ഓക്കെ, 180 ഡിഗ്രി ആണ്, നമുക്കറിയാലോ. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു കാര്യം അറിയാം, ഈ മൂന്ന് ആംഗിൾസും, അതായത് ഇവിടെ ഒരു ആംഗിള്, ഇവിടെ ഒരു ആംഗിള്, ഇവിടെ ഒരു ആംഗിള്, ഈ മൂന്ന് ആംഗിൾസും കൂടിയിട്ട് എത്രയാണ്, 180 ഡിഗ്രി ആണ്. സം ഓഫ് ദി 3 ആംഗിൾസ് ഇൻ ദ ട്രയാങ്കിൾ 180 ഡിഗ്രി. അത് നമുക്കറിയാലോ അല്ലേ, 180 ഡിഗ്രി ആണ് നമുക്കറിയാം. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്കിപ്പോ വേറെ ഒന്നും തന്നിട്ടില്ല. ഇവിടെ ഒരു 72 ഉണ്ട്, ഇത് മൊത്തം 180 ആണെന്ന് നമുക്കറിയാം. അത്രേ നമുക്ക് അറിയുള്ളൂ. വേറൊരു കാര്യം അറിയാം, ഇത് രണ്ടും ഈക്വൽ ആണെന്നും അറിയാം. ഓക്കെ, ഇനി നമുക്ക് 180ന്ന് 72 നമ്മൾ ഡിവൈഡ് ചെയ്തു. അപ്പം 0 ആണ്, 0ന്ന് 2 പോവില്ല. അപ്പൊ നമ്മൾ ഒന്ന് കടം മേടിച്ചു, ബോറോ ചെയ്തു. അപ്പൊ 10 ആയി. 10ന്ന് 2 പോയാൽ 8 ആയി. പിന്നെ ഇവിടെ എത്ര ഉണ്ട്, 8ന്ന് 1 കൊടുത്താൽ പിന്നെ 7 അല്ല ഉള്ളത്.
അപ്പൊ 7 7 പോയ 0 ആണ്. പിന്നെ 1 നമ്മൾ ഇറക്കിയിട്ടു. അപ്പൊ 108 ആണ്. ഈ 108 എന്ന് പറഞ്ഞാൽ ഒരു ആംഗിൾ അല്ല, ഇതിന്റെ രണ്ടിന്റെയും കൂടിയാണ് അല്ലേ? ഇതിന് രണ്ടിന്റെയും കൂടിയാണ് 108. എയുടെയും ബിന്റെയും കൂടിയാണ് 108. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇത് ഈക്വൽ ആയിരിക്കും എന്ന് നമുക്കറിയാലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 108ന്റെ പകുതി കാണുക. 108ന്റെ പകുതി എന്ന് പറയുന്നത് എത്രയാണ്? 108 divided by 2, that is 54. അപ്പൊ എത്രയാണ്? 54 ഡിഗ്രി ആണ്. ഓക്കെ. അപ്പോൾ നമുക്ക് ഇവിടെ ഉണ്ട് സം ഓഫ് ദ ആംഗിൾസ് ഇൻ എ ട്രയാങ്കിൾ 180 ഡിഗ്രി. ഇത് ഐസോസിൽസ് ആംഗിൾസ് ആണ്. ഐസോസിൽസ് ആംഗിൾസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, 2 sides ആറ് ഈക്വൽ, അങ്ങനെയുള്ളതിനെ നമ്മൾ ഐസോസിൽസ് ആംഗിൾസ് എന്ന് പറയാം. ഓക്കെ. അപ്പൊ അത് നമുക്ക് എങ്ങനെയാണ് അറിയാം? ഒ എ ഈക്വൽ ടു ഒ ബി എന്ന് തന്നിട്ടുണ്ട് അവിടെ അല്ലെ. ഒ എ ഈക്വൽ ടു ഒ ബി എന്ന് തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കറിയാം എ ബി ഈക്വൽ ടു ബി എ ആണ്. അത് ഐസോസിൽ ട്രയാങ്കിൾ ആണ്. അതായത് ഇതിന്റെ രണ്ടും ഈക്വൽ ആണ്. നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം. ഇനി സം ഓഫ് ദ ആംഗിൾസ് 180 ഡിഗ്രി ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തെന്നുള്ളൂ. സം ഓഫ് ദ റിമൈനിങ് 2 ആംഗിൾസ് ദാറ്റ് ഈസ് 180 ഡിഗ്രി മൈനസ് 72 ഡിഗ്രി. ഓക്കെ. പിന്നെ നമ്മൾ ഇത് രണ്ടും ഈക്വൽ ആണ്. അതുകൊണ്ട് തന്നെ ഈ 108നെ നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുത്തു. രണ്ടാക്കും 50-50 ആക്കി കൊടുത്തു. അപ്പൊ നമുക്ക് 54 ഡിഗ്രി കിട്ടി. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്രീവിയസ് ഇയർ, കഴിഞ്ഞ വർഷത്തെ പ്രീവിയസ് ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അതിനൊന്ന് മാറ്റം വരുത്തിയിട്ടാണ് നമ്മളിപ്പോൾ ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാത്തവരെ കാണുക. ക്ലാസ് 6 മാത്സും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അതൊന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇതാണ്. വാട്ട് ടൈപ്പ് ഓഫ് ആംഗിൾ ഈസ് ആംഗിൾ എ ഒ ബി? അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, രണ്ട് ആംഗിളും രണ്ട് സൈഡ്സും ഈക്വൽ ആണ്. അതിന് ഐസോസിൽസ് ആംഗിൾസ് എന്നാണ് പറയാ. ഓക്കെ. ഹൗ മെനി സച്ച് നോൺ ഓവർലാപ്പിംഗ് സെക്ടർ ഓഫ് 72 ഡിഗ്രി ക്യാൻ ബി ഡ്രോൺ ഇൻസൈഡ് ദിസ് സർക്കിൾ? ഈ സർക്കിളിൽ ഇങ്ങനത്തെ എത്ര വേണമെങ്കിലും നമുക്ക് വരയ്ക്കാം കേട്ടോ. അതൊന്നും കുഴപ്പമില്ല. ഇൻഫിനിറ്റ് ആയിട്ട് വരയ്ക്കുക. എത്ര ആംഗിൾസ് വരയ്ക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഫിനിറ്റ് എന്ന് അവിടെ എഴുതി വെച്ചാൽ മതി. കൗണ്ട്ലെസ് എന്നോ എന്തെങ്കിലും എഴുതാം. അപ്പൊ എത്ര വേണമെങ്കിലും നമുക്ക് വരയ്ക്കാം. അതിന് എണ്ണമൊന്നുമില്ല. ഓക്കെ. അപ്പൊ അത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഫസ്റ്റ് ഉള്ളത്. 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആദ്യം ഫുൾ സർക്കിളിന്റെ ഫ്രാക്ഷൻ ചോദിച്ചു. അപ്പൊ ഫുൾ സർക്കിൾ എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നാൽ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? 360 ഡിഗ്രി ആണ്. 360 ഡിഗ്രി ആണ് ഫുൾ സർക്കിൾ എന്ന് പറയുമ്പോൾ. അപ്പൊ നമ്മൾ അതിനെ 72 ഡിവൈഡഡ് ബൈ 360 ചെയ്തു. പിന്നെ രണ്ടിന്റെ മെഷർ ചെയ്യാൻ പറഞ്ഞപ്പം നമ്മൾ എന്താ ചെയ്തത്? അത് 180 ഡിഗ്രിയിൽ നിന്ന് 72 മൈനസ് ചെയ്തു. കിട്ടിയ ആൻസറിനെ നമ്മൾ എന്താക്കി? പകുതി ആക്കി. അപ്പൊ നമുക്ക് 54 ഡിഗ്രി എന്ന് എഴുതി. പിന്നെ 3-4 ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഒരു ഫ്രാക്ഷനുമായിട്ടുള്ള ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. ഈക്വൽ പാർട്സ് ആൻഡ് ഫ്രാക്ഷൻ. Ravi has a ribbon of length 15 meters. He cuts into 4 equal pieces. രവിന്റെ അടുത്ത് 15 മീറ്റർ 15 മീറ്റർ നീളമുള്ള ഒരു റിബൺ ഉണ്ട്. അതിനെ 4 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ഈച്ച് പീസ് റിട്ടൺ ആസ് എ മിക്സഡ് ഫ്രാക്ഷൻ? അപ്പൊ ഇതിൽ എന്താണ് ക്വസ്റ്റ്യൻ? ലെങ്ത് ഓഫ് ഈച്ച് പീസ് അത് ചോദിച്ചിട്ടുണ്ട്. പിന്നെ അത് നമ്മൾ മിക്സഡ് ഫ്രാക്ഷനിൽ എഴുതണം. അപ്പൊ 2 പാർട്ട് ഉണ്ട് ഇതിന്. അപ്പൊ നമുക്ക് അറിയാം ടോട്ടൽ ലെങ്ത് എത്രയാണ്? 15 ആണ്. എത്ര ആൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യണം? 4 പേർക്ക് ഷെയർ ചെയ്യണം. അപ്പൊ നമുക്ക് 15/4 ആദ്യത്തെ പാർട്ട് കിട്ടി. ഓക്കെ. ലെങ്ത് ഓഫ് ഈച്ച് പീസ് എന്ന് പറയുമ്പോൾ 15/4. ഇനി നമ്മൾ മിക്സഡ് ഫ്രാക്ഷനിലാക്കുന്നത് എങ്ങനെയാന്ന് കൂട്ടുകാർക്ക് അറിയാലോ. ആദ്യം നമ്മൾ 15 ഇവിടെ എഴുതി. ഓക്കെ. 15 നമ്മൾ ഇവിടെ എഴുതി. 15 ഇവിടെ എഴുതി. 4 ഇവിടെ എഴുതി. അപ്പൊ 15 എത്ര ടൈംസ് 4 പോകും? നമുക്കറിയാം 4, പിന്നെ 8, പിന്നെ 12, പിന്നെ 16 ആണ് അല്ലേ? അപ്പൊ നമുക്ക് 12 ആണ് എടുക്കേണ്ടത്. 16 എന്ന് പറയുമ്പോൾ 15നെക്കാട്ടി കൂടി പോയില്ലേ? അപ്പൊ എത്ര ടൈംസ് പോകും? 1, 2, 3 ടൈംസ് പോകും. അപ്പൊ ആ 3 എന്നുള്ളത് നമ്മൾ ഇവിടെ എഴുതി വെക്കുക. ഓക്കെ. 3. അപ്പൊ 3 ടൈംസ് എത്രയാണ് പോകുക? 12 ആണ്. അപ്പൊ നമ്മൾ അത് ഇവിടെ എഴുതി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ 5 നിന്ന് 2 മൈനസ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 3 കിട്ടി. ഓക്കെ. ഇതിനെ നമ്മൾ മിക്സഡ് ഫ്രാക്ഷൻ, ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയത്. ഇതിനെ നമ്മൾ മിക്സഡ് ഫ്രാക്ഷനിൽ എഴുതണം. എങ്ങനെ എഴുതും മിക്സഡ് ഫ്രാക്ഷനിൽ? എങ്ങനെ നമ്മൾ മിക്സഡ് ഫ്രാക്ഷനിൽ എഴുതാം?
നമ്മൾ ആൻസർ ഇവിടെ 3 ഉള്ളതിനെ കൊണ്ട് നിങ്ങൾ കൺഫ്യൂഷൻ ആക്കരുത്. ഇത് വേറൊരു നമ്പേഴ്സ് വേറെ രീതിയിലാണ്, ഇത് രണ്ടും ഒരേ നമ്പറാണ്. ഇവിടെ ഈ കിട്ടിയ ഇവിടെ എന്താണോ കിട്ടിയ ആ ആൻസർ അല്ലേ 3, അതാണ് നമ്മൾ ഇവിടെ മെയിൻ ആയിട്ട് എഴുതേണ്ടത് 3. പിന്നെ നമ്മൾ എഴുതേണ്ടത് നമ്മൾ 4 ഇല്ലേ, ഈ 4 ഈ ഡിനോമിനേറ്റർ ആണ് ഇവിടെ എഴുതേണ്ടത്, അത് തന്നെ ആയിരിക്കും മറ്റു ഡിനോമിനേറ്റർ. ഓക്കെ, പിന്നെ ഇത് ബാലൻസ് കിട്ടിയ 3 ആണ് ഇവിടെ എഴുതേണ്ടത്. അപ്പൊ എത്രയാണ് 3/4 മീറ്റർ, മലയാളത്തിൽ പറഞ്ഞ 3.25 മീറ്റർ. ഓക്കെ, 3/4 മീറ്റർ ആണ് ആൻസർ. അപ്പം നമ്മള് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ, ഇങ്ങനെ ഫ്രാക്ഷൻ തന്നാൽ അതിനെ ഇംപ്രോപ്പർ ആക്കാൻ പഠിക്കണം. വെരി സിമ്പിൾ ആണ്. അതിനെ ഡിവിഷൻ ചെയ്യുക, ഡിവിഷൻ ചെയ്തിട്ട് നമുക്ക് ഇവിടെ കിട്ടിയ ആൻസർ ആണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്. പിന്നെ ഡിനോമിനേറ്റർ ഇത് തന്നെ, പിന്നെ ഇവിടെ ബാലൻസ് കിട്ടിയതാണ് ഇവിടെ എഴുതേണ്ടത്. ഓക്കെ ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഇഫ് he gives 1/2 meters of ribbon to his sister from the origin 50-meter ribbon, how much ribbon is left with him? ഓക്കെ, 15 മീറ്റർ അവരുടെ കയ്യിലുണ്ട്. 15 മീറ്റർ അവരുടെ കയ്യിലുണ്ട്. ആ 15 മീറ്ററിൽ നിന്ന് എന്ത് ചെയ്തു? 15 മീറ്റർ സിസ്റ്ററിന് കൊടുത്തു അല്ലേ? ഓക്കെ, 15 മീറ്ററിന് സിസ്റ്ററിന് കൊടുത്തു. അപ്പൊ നമുക്ക് എത്രയാണെന്ന് നോക്കാം. 15 മീറ്റർ ആണ് ടോട്ടൽ റിബൺ. അതിൽ നിന്ന് സിസ്റ്ററിന് എത്ര കൊടുത്തത്? 1/2 മീറ്റർ. അപ്പൊ ഇത് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ സബ്സ്ട്രാക്ഷൻ ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് 15 ഒരു നോർമൽ നമ്പർ ആണ്. ഇത് 1/2 എന്ന് പറയുന്നത് ഒരു പ്രോപ്പർ ഫ്രാക്ഷൻ ആണ്. അപ്പൊ നമ്മൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കുക, 15 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 15/1 ആണ് അല്ലേ? അത് നമ്മൾ പഠിച്ചിട്ടില്ലേ? ഏത് എണ്ണുന്ന നമ്പർ എടുത്താലും ഇപ്പൊ 1 ആയ 1/1, 2 എന്ന് പറയുന്നത് 2/1. നമ്മൾ ഫ്രാക്ഷൻ ഫോമിൽ വരുമ്പോൾ 1, 2, 3, 4 എന്നൊക്കെ പറയുന്നില്ല, അതൊക്കെ എന്താണ്? by1 ആണ്. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ 15 എന്ന് പറയുമ്പോൾ 15/1 ആണ്. ഇനി അടുത്തത് 21/2. ഈ 21/2നെ നമ്മൾ 21/2 ഫ്രാക്ഷൻ ആക്കുകയാണ്, ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് ആക്കുകയാണ്. അതെങ്ങനെയാക്കുക? നമ്മൾ നേരത്തെ ചെയ്ത ഓപ്പോസിറ്റ് 2 × 2, അതായത് 2നെയും 2നെയും ഇൻറ്റു ചെയ്തു, എന്നിട്ട് മേലത്തത് നമ്മൾ ആഡ് ചെയ്യാണ് ചെയ്തത്. ഓക്കെ, അപ്പൊ 2 × 2 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 4, 4 + 1 ദാറ്റ് ഈസ് 5, 5/2. അപ്പൊ ഇതിനെ മിക്സഡ് ഫ്രാക്ഷന് നമ്മൾ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആയി ആക്കുക. അപ്പൊ നമുക്ക് കിട്ടിയ എത്രയാണ്? 5/2. ഓക്കെ, അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യന് 15 മീറ്ററിന് 2.5 മീറ്റർ സിസ്റ്ററിന് കൊടുത്തു. അപ്പൊ 15/1 മൈനസ് ഇത് എത്രയാണ് നമ്മൾ എഴുതിയത്? 5/2. ഓക്കെ, ഇപ്പൊ രണ്ട് ഡിനോമിനേറ്റർ സബ്സ്ട്രാക്ഷൻ ചെയ്യുന്ന മെത്തേഡാണ് പറഞ്ഞിരുന്നത്. ഇപ്പൊ രണ്ട് ഡിനോമിനേറ്ററും വ്യത്യാസമാണ്. ഇനി നമുക്ക് ഒന്നിലേക്ക് ആക്കണ്ടേ? ആക്കണം. അപ്പം ഇവിടെ 15/1 അതേപോലെ തന്നെ 5/2. ഓക്കെ, ഇപ്പൊ 2നെ ഇത് 15 ആണ്. ഓക്കെ, ഒരേ ഡിനോമിനേറ്ററിലേക്ക് ആക്കണം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഓക്കെ, 15ഉം 5/2 ആണ്. അപ്പൊ 2 ഡിനോമിനേറ്റർ ഉള്ളതിനെ നമുക്ക് 15ഉം ആക്കണം. അതിന് നമുക്കൊരു എളുപ്പ വഴി ഉണ്ടല്ലോ. 30/2 എന്ന് പറഞ്ഞാൽ എന്താണ്? 15 ആണ്. അപ്പൊ രണ്ട് ഡിനോമിനേറ്റർ 2 ആയി. ഇനി എളുപ്പമാണല്ലോ. 30/2 മൈനസ് 5/2. അപ്പൊ 30ന്ന് 5 മൈനസ് ചെയ്താൽ എത്രയാണ്? 25. 25/2. ഓക്കെ, ഇനി ഈ 25/2നെ നമ്മൾ എന്ത് ചെയ്യണം? ഫ്രാക്ഷനിലേക്ക് ആക്കണം. അപ്പൊ 25/2 വരുമ്പം ഇവിടെ 1. ഓക്കെ, 2. അപ്പോൾ 5 ആണ്. അപ്പോൾ 5ല് എത്ര ടൈംസ് പോകും? 2 ടൈംസ് 4 ആണ്. ബാലൻസ് 1. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും? 12 ബാലൻസ് ഇവിടെ എഴുതി. അപ്പൊ 12 1/2. അപ്പൊ ബാലൻസ് വരിക എത്രയാണ്? 12 1/2 ആണ്. ഇത് ഫ്രാക്ഷനിലായത് കൊണ്ടാണ് നമുക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യേണ്ടി വന്നത്. അപ്പൊ 15/2 1/2 എന്ന് പറയുമ്പോൾ ഫ്രാക്ഷനിൽ എഴുതുമ്പോൾ നമുക്ക് 12 1/2 വരും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഇഫ് he gives, അത് പറഞ്ഞു, which of the following fraction is equivalent to 3/4? 3/4നോട് ഈക്വലന്റ് ആയിട്ടുള്ളത് ഏതാണെന്ന് ഇവിടെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. 9/16 ആണോ, 15/20 ആണോ, 12/20 ആണോ, 6/10 ആണോ?
അപ്പോൾ 3/4 ഈക്വലൻ്റ് ആയിട്ടുള്ളത് നമുക്ക് നോക്കാം. 3/4 അപ്പോൾ 9/16. അപ്പോൾ 4 എന്ത് ഇൻറ്റു ചെയ്താലാണ് നമുക്ക് 16 കിട്ടുക? 4 ഇൻറ്റു ചെയ്താലാണ് നമുക്ക് 16 കിട്ടുക. അതേപോലെ 3 നമ്മൾ 4 ഇൻറ്റു ചെയ്യണം. അപ്പോൾ 3 ഇൻറ്റു 4 എന്ന് പറയുമ്പം 12 ആണ് കിട്ടുക. അപ്പോൾ ഇത് തെറ്റാണ്. ഇനി അടുത്തത് 3/4 നമ്മൾ 20 കിട്ടണമെങ്കിൽ 4 എന്തുകൊണ്ട് ഇൻറ്റു ചെയ്താലാണ് 20 കിട്ടുക? 5 കൊണ്ട് ഇൻറ്റു ചെയ്താലാണ് 20 കിട്ടുക. അപ്പോൾ നമ്മൾ എന്താക്കണം? 3നെയും 5 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പോൾ 15 ആണ്. അപ്പോൾ 15/20 നമുക്ക് കിട്ടി. അപ്പോൾ അതാണ് കറക്റ്റ് ആൻസർ. കൂടുതൽ ചെയ്യേണ്ട ആവശ്യമില്ല. 15/20 തന്നെയാണ്. നമുക്ക് വേണമെങ്കിൽ അതൊക്കെ ചെയ്ത് നോക്കാം. ഓക്കെ, ഓക്കെ. ആൻസർ ബി 15/20. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? നാലാമത്തെ ക്വസ്റ്റ്യൻ, സിംപ്ലിഫൈ ദ ഫ്രാക്ഷൻ 36/60 ടു ഇറ്റ്സ് ലോവസ്റ്റ് ടേം. അതായത് 36/16 അതിൻ്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് 36/60 നോക്കാം. അപ്പോൾ രണ്ടിനെയും കോമൺ ആയിട്ടുള്ളത് ഏതാന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് 12 ആണ് നമുക്ക് കിട്ടുക. ഇനി നമുക്ക് 12 ആണെന്ന് അറിയില്ല. നമുക്ക് അത്രയും വലിയ സംഖ്യയൊന്നും അറിയില്ല. അപ്പോൾ നമ്മൾ എന്താ നേരത്തെ നമ്മൾ പറഞ്ഞാൽ അതിൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. അപ്പോൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 18/30. പിന്നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പകുതി ആകാന്നാണ് അർത്ഥം. അപ്പോൾ 9/15. 9/15 കണ്ടിട്ട് അത് രണ്ടും 3യിലാണ് പോവുക. അപ്പോൾ എത്രയാണ്? 9നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3, 15നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5. 3/5. ഓക്കെ. അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന കൂട്ടുകാരാണെന്ന് വെച്ചാൽ ഒറ്റയടിക്ക് 36ലും 60ലും കോമൺ ഫാക്ടർ കണ്ടുപിടിക്കാം. അത് 12 ആണ്. അപ്പോൾ 36/12, 60 / 12. ഓക്കെ, അപ്പോൾ 3/5. ഓക്കെ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ അത് 3ഉം കഴിഞ്ഞു. 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് 4ഉം കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യൻസ് ഇതാണ്. Volume and capacity. A rectangular water tank has an inner length of 50 cm, width of 40 cm, height 30 cm. Calculate the volume of the tank in cubic centimeter. പിന്നെ അടുത്തത്, what is the total capacity of the tank in liters? ടാങ്കിന്റെ ടോട്ടൽ കപ്പാസിറ്റി ലിറ്റേഴ്സിൽ എഴുതാന്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, if the tank currently contains 40 liters of water, find the height of the water level in centimeter. ഇപ്പം ടാങ്കിൽ 40 ലിറ്റർ വെള്ളം ഉണ്ടെങ്കിൽ ഹൈറ്റ് എത്രയാണെന്ന്. If all 3 dimensions, length, width and height of the tank are doubled, by how many times its volume increases? 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ആദ്യത്തേത് വോളിയം ഓഫ് ടാങ്ക് ആണ്. അത് കാണാൻ വളരെ എളുപ്പമാണ്. നമുക്കറിയാലോ, വോളിയം ഓഫ് ടാങ്ക് കാണാൻ വളരെ എളുപ്പമാണ്. എന്താണ്? ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ഓക്കെ, ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. അപ്പോൾ ഇവിടെ ലെങ്ത് എത്രയാണ് തന്നിരിക്കുന്നത്? ഇവിടെ ലെങ്ത് തന്നിരിക്കുന്നത് 50 സെൻറ്റിമീറ്റർ ആണ്. വിഡ്ത്ത് 40 സെൻറ്റിമീറ്റർ ആണ്. ഹൈറ്റ് 30 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് 50 × 40 × 30 അത് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ 50 × 40 എത്രയാണ്? 50 × 40 എന്ന് പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് 0 0 ഇട്ട് കൊടുത്തു. 5 × 4 20. അപ്പോൾ 20 × 30 എന്ന് പറയുമ്പം നമുക്ക് എളുപ്പമാണ്. സീറോസ് ഉണ്ടാകുമ്പോൾ സീറോസ് ഫുള്ളും അവിടെ എഴുതി വെക്കുക. 2 × 3 ദാറ്റ് ഈസ് 6. അപ്പോൾ 60,000 ആണ് നമുക്ക് ആദ്യത്തെ ആൻസർ കിട്ടിയത്. ഓക്കെ, 60,000 ആണ് നമുക്ക് ആദ്യത്തെ ആൻസർ കിട്ടിയത്. 50 × 40 × 30 60,000 ക്യൂബിക് സെൻറ്റിമീറ്റർ മസ്റ്റ് ആയിട്ട് നിങ്ങൾ എഴുതണം. ഓക്കെ, 60,000 ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ് നമുക്ക് കിട്ടിയത്. ഇനി കപ്പാസിറ്റി ഇൻ ലിറ്റേഴ്സ്. ഇനി ലിറ്റേഴ്സിലാണ് ഇത്. ക്യൂബിക് സെൻറ്റിമീറ്ററിനെ ലിറ്റേഴ്സിലാക്കാൻ എന്താ ചെയ്യേണ്ടത്? വളരെ സിമ്പിൾ ആണ്. ഈ 60,000നെ എന്താണ് 1000 കൊണ്ട് 1000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 60,000 / 1000. സിമ്പിൾ ആണ്. സീറോസും കട്ട് ചെയ്യുക. അപ്പോൾ 60 ലിറ്റേഴ്സ്. ഓക്കെ, 60 ലിറ്റേഴ്സ് അതും സെറ്റായി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? തേർഡ് പാർട്ട് എന്താണ്? ഇഫ് ദ ടാങ്ക് കറന്റ് കണ്ടെയ്ൻസ് 40 ലിറ്റേഴ്സ്. ഇപ്പോൾ ടാങ്ക് 40 ലിറ്റർ വെള്ളമാണ് ഉൾക്കൊള്ളുന്നതെങ്കിൽ അതിൻ്റെ ഹൈറ്റ് എത്രയാണ്? അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ 60
1000 ലിറ്റേഴ്സിനെ നമ്മൾ ലിറ്റേഴ്സിലാക്കാൻ എന്താ ചെയ്തത്? ഡിവൈഡ് ചെയ്താണ് ചെയ്തത്. ഇവിടെ പറയുന്നത് ഹൈറ്റ് ഓഫ് ദ വാട്ടർ ലെവൽ 40 ലിറ്റേഴ്സ് ആണ്. 40 ലിറ്റേഴ്സ് ആണ് വാട്ടറിന്റെ ലെവല്. അപ്പൊ 40 ലിറ്റർ എന്ന് പറയുമ്പോൾ അത് എത്ര ക്യൂബിക് ആണ്? ക്യൂബിക്സിന്റെ 40 ഇൻറ്റു 1000. ഒന്നുമില്ല, 4ന്റെ കൂടെ 1 2 3 4 4 0 zeros ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ 40,000 ക്യൂബിക് സെന്റിമീറ്റർ ആണ്. ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ്? ഹൈറ്റ് കാണാനാണ് അല്ലെ? ഹൈറ്റ് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. നേരത്തെ നമുക്ക് ലെങ്ത്തും വിഡ്ത്തും തന്നിട്ടുണ്ട്. ഓക്കെ, ലെങ്ത്തും വിഡ്ത്തും ഇവിടെ 50യും 40യും ആണ്. ഇതിന്റെ പുതിയതിന്റെ ഹൈറ്റ് ആണ് നമുക്ക് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 40,000 ഡിവൈഡഡ് ബൈ ആ ലെങ്ത്തും വിഡ്ത്തും ആദ്യത്തെ തന്നെയാണ്. അതിലൊന്നും ഒരു കൺഫ്യൂഷൻ വരാൻ പാടില്ല. ലെങ്ത്തും വിഡ്ത്തും 50 ഇൻറ്റു 40. ഓക്കെ, 50 ഇൻറ്റു 40. ഇത് വളരെ സിമ്പിൾ ആണ്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ തന്നെ വെച്ചിട്ട് ഇതൊക്കെ കട്ട് ചെയ്യാം. സീറോസ് കട്ട് ചെയ്തു, ഇവിടെയും സീറോസ് കട്ട് ചെയ്തു. ഇനിയിപ്പോ ഇവിടെ ഉള്ളത് എന്താണ്? 400/20 ആണ്. 400നെ 20 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്രയാണ്? 20 സെന്റിമീറ്റർ ആണ്. അപ്പൊ എത്രയാണ് ഹൈറ്റ്? എത്രയാണ്? 20 സെന്റിമീറ്റർ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എന്തായാലും ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് എന്താണ്? വാട്ടർ ലെവല് 40 ലിറ്റേഴ്സ് ആണ് എന്ന് തന്നിട്ടുണ്ടെങ്കിൽ, അല്ലെ എത്ര ക്യൂബിക് ലിറ്റേഴ്സ് ആണ് തന്നിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണ്? 1000 കൊണ്ട് ഇൻറ്റു ചെയ്യണം. ഓക്കെ, ഇനി ലിറ്റേഴ്സ് അല്ല, ഇത്ര ഹൈറ്റ് ഇത് 40,000 ക്യൂബിക് എന്നാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? 40,000 ഡിവൈഡഡ് ബൈ ലെങ്ത് ഇൻറ്റു വിഡ്ത്ത്. ഹൈറ്റ് കാണാണ് പറഞ്ഞെങ്കിൽ, ഇനി ഹൈറ്റ് അല്ല ലെങ്ത് ആണ് പറഞ്ഞതെങ്കിൽ നമ്മൾ വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ചെയ്യണം. അത് ഇങ്ങനെ കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു പാറ്റേൺ തന്നെയാണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? തന്നിരിക്കുന്ന വോളിയത്തിനെ ഡിവൈഡഡ് ബൈ ലെങ്ത് ഇൻറ്റു വിഡ്ത്ത്. ഇനി അഥവാ ഹൈറ്റ് ആണ് തന്നിട്ടുണ്ടെങ്കിൽ, വിഡ്ത്ത് ആണ് കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഹൈറ്റിനെ കൊണ്ട് ഇൻറ്റു ചെയ്യണം. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്ന 3 അളവുകളിൽ ഏതെങ്കിലും ഒരു അളവാണ് തരാതിരുന്നത്. ഒരു മെഷർമെന്റ് തന്നിട്ടില്ല. അപ്പൊ നമ്മൾ ആ മെഷർമെന്റിനെ വെച്ച് ചെയ്യണം. ഓക്കെ, ഇത് കോമൺ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ പാറ്റേൺ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. 40 ലിറ്റേഴ്സ് ആണ് തന്നിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ 1000 കൊണ്ട് ഇൻറ്റു ചെയ്തിട്ട് ക്യൂബിക് സെന്റിമീറ്ററിലാക്കണം. പിന്നെ എന്താണ്? നമുക്ക് ലെങ്ത് വിഡ്ത്ത് ഹൈറ്റ് ഇങ്ങനെ 3 അളവല്ലേ ഉള്ളത്. അപ്പൊ ചിലപ്പോൾ ഒരു ഹൈറ്റിനാണ് കാണാൻ പറഞ്ഞെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ തന്ന വോളിയം ബൈ എന്താണ്? ലെങ്ത് ഇൻറ്റു വിഡ്ത്ത്. ഇനി അതല്ല, നമുക്ക് വിഡ്ത്താണ് നമുക്ക് തന്നത്, വിഡ്ത്താണ് നമ്മളോട് കാണാൻ പറഞ്ഞിട്ട് നമ്മൾ എന്താ? ലെങ്ത് ഇൻറ്റു ഹൈറ്റ് ചെയ്യണം. അപ്പൊ കിട്ടിയത് ഏതാണോ അളവ് അത് വെച്ചിട്ട് ഇൻറ്റു ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി അടുത്തത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്, ഇൻക്രീസ് ഇൻ വോളിയം വെൻ ഡയമെൻഷൻ ഡബിൾ. അപ്പം ഡയമെൻഷൻ ഡബിൾ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും ക്വസ്റ്റ്യനിൽ ഡബിൾ ആയിരിക്കും, ആൻസറും ഡബിൾ ആയിരിക്കും. അങ്ങനെയല്ല, 2 ഇൻറ്റു 2 ഇൻറ്റു 2 ദാറ്റ് ഈസ് 8 ആണ്. 8 ടൈംസ് ആണ് വോളിയം ഇൻക്രീസ് ചെയ്യുക. അത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അടുത്ത ആക്ടിവിറ്റി നമുക്ക് നമ്പർ പാറ്റേൺസ് ആൻഡ് റീസണിങ് ആണ്. ഓക്കെ, ഒബ്സർവ് ദ പാറ്റേൺ ഗിവൺ ബിലോ. ഇവിടെ ഉള്ള പാറ്റേൺസ് ശ്രദ്ധിക്കൂ. 1/2 plus 1/4 equal to 3/4. 3/4 plus 1/8 equal to 7/8. 7/8 plus 1/16 that is 15/16. Write the next 2 lines of the pattern. പാറ്റേണിന്റെ 2 lines 2 lines എഴുതാനാണ്. New questions ഉണ്ട്. What will be the sum obtained in the 5th line of the pattern? ഇതിന്റെ 5th ലൈനിന്റെ സം എന്തായിരിക്കും? പിന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, if a vessel contains 5 3/4 liters of milk and 1/2 liters is used, how much milk remain in the vessel? ഒരു വെസലിന് 5 3/4 മിൽക്ക് ഉണ്ട്. അതിൽ നിന്ന് 1/2 മിൽക്ക് യൂസ് ചെയ്തു. ഇനി എത്ര അതിലുണ്ടെന്ന് മൈനസ് ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ചെയ്ത് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിയാൽ അറിയാം. ഇങ്ങനത്തെ ക്വസ്റ്റ്യന് പാറ്റേൺ എഴുതാൻ വരുന്ന ക്വസ്റ്റ്യനിൽ കോമൺ ആയിട്ട് ഒരു കാര്യം ഉണ്ടാകും, നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ഇവിടെ ശ്രദ്ധിച്ച് നോക്കിയാൽ ഇവിടെ 1/4 ഇതിന് ആഡ് ചെയ്ത കാര്യം നോക്കാം. 1/4 ആഡ് ചെയ്തു, പിന്നെ ഇത് വ്യത്യാസമുണ്ട്. 1/8 ആഡ് ചെയ്തു, 1/16 ആഡ് ചെയ്തു. പക്ഷെ ഇതിലൊക്കെ ഒരു കോമൺ സംഖ്യ ഉണ്ട്. എന്താണ്? 4ന്റെ ഡബിൾ ആണ് 8, 8ന്റെ ഡബിൾ ആണ് 16. അപ്പൊ അതിന് അടുത്ത് എന്തായിരിക്കും? 15/16 പ്ലസ് എന്തായിരിക്കും? 1/16ന്റെ ഡബിൾ എന്ന് പറയുന്നത് 32 ആയിരിക്കും.
ഇനി അതിന്റെ സമ്മാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നോക്കൂ, 1/32 15/60. ഇത് നമുക്ക് അങ്ങനെ ആഡ് ചെയ്യാൻ പറ്റുമോ? പറ്റൂല. കാരണം എന്താണ്, ഇവിടെ ഡിനോമിനേറ്റർ സെയിം ആയാലുള്ളൂ നമുക്ക് നമ്മൾ സാധാരണ 1 + 1 2 എന്ന് പറയുന്ന മാതിരി നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കിട്ടിയിട്ടുണ്ടായത് പ്ലസ് ചെയ്യാനും മൈനസ് ചെയ്യാനുണ്ടെങ്കിലൊക്കെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യുക? ഡിനോമിനേറ്റർ ഈക്വൽ ആക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ 15/16 നമ്മൾ ഈക്വൽ ആക്കണം, 32ലേക്ക് മാറ്റണം. ഓക്കെ, അപ്പൊ 16 32 ഒരു കണക്ഷൻ ഉണ്ട്. എന്താണ്? 16ന്റെ ഡബിൾ ആണ് 32, അതായത് 16 × 2 ആണ് 32. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 15നെയും 2 കൊണ്ട് തന്നെ നമ്മൾ ഇൻറ്റു ചെയ്യണം, എന്നാലേ ഇത് ഈക്വൽ ആവുള്ളൂ. അപ്പൊ എന്താണ്? 30/32 നമുക്ക് കിട്ടി. അപ്പൊ 15/16 നമ്മൾ 30/32 ആക്കി. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 30/32 കിട്ടി. അതേപോലെ തന്നെ നമുക്ക് ആഡ് ചെയ്യാനുള്ളത് എത്രയാണ്? 1/32. ഇപ്പൊ 30 + 1 31/32. ഇനി നമ്മൾ അടുത്ത പാറ്റേൺ എന്ന് പറയുമ്പോൾ 31/32നോട് 1/64 ആഡ് ചെയ്യണം. 1/64 എങ്ങനെ വന്നു? ഈ 32ന്റെ ഡബിൾ ആണ് 64. അപ്പം നമ്മൾ 1/64 ആഡ് ചെയ്യണം. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ജസ്റ്റ് ഇങ്ങനെ കൂട്ടി പോകാൻ പറ്റൂല, നമ്മൾ ഡിനോമിനേറ്റർ സെയിം ആക്കണം. അപ്പൊ 31/32ന്റെ ഡിനോമിനേറ്റർ സെയിം ആക്കണമെങ്കിൽ 64ലേക്ക് ആക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് 32ഉം 64 ഒരു കണക്ഷൻ ഉണ്ട്. 32ന്റെ ഡബിൾ ആണ് 64. അപ്പൊ 2 കൊണ്ട് ഇൻറ്റു ചെയ്തപ്പോൾ 64 കിട്ടി. അപ്പൊ നമ്മൾ എന്താക്കണം? ന്യൂമറേറ്ററിനെയും 2 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പൊ നമുക്ക് എത്ര കിട്ടും? നമുക്ക് 1 × 2 62 കിട്ടും. ഓക്കെ, അപ്പൊ 62/64 കിട്ടി. പിന്നെ നമ്മൾ ആഡ് ചെയ്യേണ്ട എന്താണ്? 62/64 പ്ലസ് ആഡ് ചെയ്യേണ്ട 1/64 ആണ്. അപ്പൊ ആഡ് ചെയ്തപ്പോൾ ഇനി നമുക്ക് കൂളായിട്ട് ആഡ് ചെയ്യാം. 62 + 1 എത്രയാണ്? 63/64. ഓക്കെ, അപ്പൊ ഇതിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ഡിനോമിനേറ്ററും ഈക്വൽ ആക്കണം. ഡിനോമിനേറ്റർ ഈക്വൽ ആക്കാൻ നമ്മൾ ഏത് നമ്പർ കൊണ്ടാണ് ഇൻറ്റു ചെയ്തത് അതിനെ നമ്മൾ ന്യൂമറേറ്ററിനോട് ഇൻറ്റു ചെയ്യണം. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് 2 ലൈൻസ് പാറ്റേൺ നമുക്ക് എഴുതാം. 15/16 + 1/32 = 31/32. ഇനി 31/32 + 1/64 63/64. ഓക്കെ, അങ്ങനെ നമ്മൾ 5 ലൈൻ എഴുതി. പിന്നെ സം എഴുതാൻ പറഞ്ഞു, അതായത് സം ഇൻ ദ 5th ലൈൻ, അത് നമ്മൾ നേരത്തെ ചെയ്താണ് 63/64. ഇനി അടുത്തത് നമുക്ക് എന്താണ്? മിൽക്ക് ആണ് അല്ലേ? മിൽക്ക് നമ്മുടെ വെസലിൽ എത്ര ഉണ്ട് എന്നാ പറഞ്ഞത്? നമ്മുടെ വെസലിൽ 5 3/4 ഉണ്ട്. അതിൽ നിന്ന് 1 1/2 മൈനസ് ചെയ്യണം അല്ലേ? 1 1/2 നമ്മൾ ഉപയോഗിച്ചു പോയി. അപ്പൊ ഇവിടെ സബ്സ്ട്രാക്ഷൻ ആണ് വരുന്നത്. അപ്പൊ ഇങ്ങനെ തന്നാൽ നമുക്ക് എന്തായാലും നമ്മുടെ ആൻസർ കിട്ടില്ല. ഇത് രണ്ടും ഇംപ്രോപ്പർ ഫ്രാക്ഷനിലാണ് അല്ലെ, മിക്സഡ് ഫ്രാക്ഷനിലാണ് ഉള്ളത്. അപ്പൊ നമ്മൾ വി ഹാവ് ടു കൺവേർട്ട് ഇൻടു ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് മാറ്റണം. ഓക്കെ, നമ്മുടെ ആകെ ഉണ്ടായിരുന്ന മിൽക്ക് 5 3/4 ആണ്. അതിന് നമ്മൾ കൺവേർട്ട് ചെയ്യാണ്. 5 × 4 20 20 + 3 that is 23/4. അതേപോലെ തന്നെ 2 1/2നെയും നമ്മൾ കൺവേർട്ട് ചെയ്യാണ്. 2 × 2 + 1. ഓക്കെ, 2 × 2 എന്ന് പറയുമ്പോൾ 4 4 + 1 5 5/2. ഓക്കെ, ഇനി ഇപ്പോൾ 23/4ഉം 5/2 ആണ്. ഇതിന് നമ്മൾ എന്താ? ഡിഫറെന്റ് ഡിനോമിനേറ്റർ ആണ് അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? രണ്ടിനെ ഒരേ ഡിനോമിനേറ്റർ ആക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ ആക്കാം? 23/4 5/2. 23/4 ആണ്. 5/2നെ നമുക്ക് എങ്ങനെ ആക്കാം? 5/2നെ 4ലേക്ക് ആക്കണമെങ്കിൽ 2 കൊണ്ട് ഇൻറ്റു ചെയ്യണം അല്ലേ? 2 × 2 4. അപ്പൊ നമ്മൾ ഇതിനെയും 2 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പം 10/4 ആക്കി. ഓക്കെ, അതാണ് നിങ്ങൾ ഇവിടെ കണ്ടത്. 5/2നെ നമ്മൾ ഡിനോമിനേറ്റർ 4 ആക്കാൻ വേണ്ടി 2 കൊണ്ട് ഇൻറ്റു ചെയ്തു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? സബ്സ്ട്രാക്ട് ദ ഫ്രാക്ഷൻ. രണ്ട് ഫ്രാക്ഷനെയും സബ്സ്ട്രാക്ട് ചെയ്യുക, കാരണം ഡിനോമിനേറ്റർ ഈക്വൽ ആക്കി നമ്മൾ. അപ്പോൾ 23/4 മൈനസ് 10/4. 23നെ 10 മൈനസ് ചെയ്ത് ദാറ്റ് ഈസ് 13/4. ഇനി നമ്മൾ എന്താക്കണം? അതിനെ മിക്സഡ് ഫ്രാക്ഷനിലേക്ക് ആക്കണം. അപ്പോൾ 30/4. 4ൽ എത്ര ടൈംസ് പോകും? 13ന് 3 ടൈംസ് ആണ് പോവുക, ബാലൻസ് 1. അപ്പൊ ആ 3 ഇവിടെ എഴുതി, ബാലൻസ് ഇവിടെ എഴുതി, ഡിനോമിനേറ്റർ 4 നമ്മൾ ഇവിടെ എഴുതി. 3 1/4 ആണ് അപ്പൊ അതിന്റെ ആൻസർ. അപ്പൊ നമ്മൾ ചെയ്ത മാത്സിലെ ഈ പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഇങ്ങനെ കണ്ടാലും നിങ്ങൾക്ക് ഒരിക്കലും മാത്സ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഓരോന്നും കൂടെ തന്നെ
ഒരു പേപ്പറും ഒരു പെന്നും എടുത്തിട്ട് നിങ്ങൾ ബുക്കിലോ നിങ്ങൾ എഴുതി പരിശീലിക്കണം. എന്നാലേ നിങ്ങൾക്ക് മാത്സ് പഠിക്കാൻ കഴിയൂ. നമ്മൾ മലയാളമോ ഇംഗ്ലീഷോ എല്ലാം നമ്മൾ എഴുതി പഠിക്കുന്നത് നല്ലതാണ്. എന്നിരുന്നാലും മാത്സ് നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് ശരിയാ അത് ശരിയാ അങ്ങനെ ചെയ്താൽ പറ്റും എന്നൊക്കെ നമ്മുടെ മനസ്സിൽ തോന്നും. പക്ഷേ നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്തു നോക്കിയാൽ മാത്രമേ നമുക്ക് എക്സാമിന് വന്നാൽ അത് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു പ്രാവശ്യമല്ല, 2 പ്രാവശ്യം, 3 പ്രാവശ്യം എത്ര നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നു അതിനനുസരിച്ച് നമുക്ക് മാത്സിൽ നമ്മുടെ സ്പീഡും ആക്യുറസിയും വർദ്ധിക്കും. നമുക്ക് എന്ത് ചെയ്താലും നിങ്ങൾ 2 വട്ടം അത് ഒന്നും കൂടി ചെയ്യണം. കാരണം നമ്മൾ ഇൻറ്റു ചെയ്യുമ്പോഴും ഡിവിഷൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഫസ്റ്റ് നമുക്ക് വരുന്ന മിസ്റ്റേക്ക് തന്നെ നമ്മുടെ ഫസ്റ്റിലെ നമ്മുടെ പ്രോബ്ലം തെറ്റിപ്പോകും. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാതെ ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോൾ ഇവിടെ ഇപ്പോൾ നിങ്ങൾ നോക്കൂ 5 × 4 അത് നമ്മൾ ചിലപ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവും 5 × 4 20 ആന്നൊക്കെ അറിയാം. ചിലപ്പോൾ ഉണ്ടാവും നമ്മൾ 25 എന്നൊക്കെ 5 × 5 ആന്നൊക്കെ മനസ്സിൽ വിചാരിക്കുന്നത്. അപ്പോൾ 25 അതിൻ്റെ ടോട്ടലി നമ്മളെ ഫസ്റ്റിൽ തന്നെ നമ്മുടെ ആൻസർ പാളിപ്പോയി. അപ്പോൾ നമ്മൾ 25 + 3 എന്ന് പറഞ്ഞാൽ 28. അപ്പം പിന്നെ അവിടെ മുതൽ നമ്മുടെ പ്രോബ്ലം തെറ്റാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യുമ്പോൾ നമ്മൾ നല്ലവണ്ണം 2 പ്രാവശ്യം നമ്മൾ അത് ശരിയാണോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ അടുത്ത സ്റ്റെപ്പിലോട്ട് കടക്കാൻ പാടുള്ളൂ. മാത്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നമ്മൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണണം. നമ്മൾ ഇംഗ്ലീഷിൽ 4 മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതേ തന്നെ സോഷ്യൽ സയൻസിൽ 3 ക്വസ്റ്റ്യൻ പേപ്പർ, മാത്സിൻ്റെ 2ാമത്തെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇന്ന് നമ്മൾ ബേസിക് സയൻസും അതേപോലെ തന്നെ ഇംഗ്ലീഷൊക്കെ ഇന്ന് അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങൾ കാണുക. എക്സാമിന് എല്ലാവരും റെഡി ആയിട്ടിരിക്കുക. ഓൾ ദ ബെസ്റ്റ്.